വൈഗ അതിൻ്റെ തുടക്കമാവുന്നു എന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയിലെ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം എന്നീ മേഖലകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുക, പൊതു സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 2016 വൈഗ എന്ന പേരിൽ ഒരു പരിപാടി സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിച്ചത്. 2016 മുതൽ സംഘടിപ്പിച്ചു വരുന്ന വൈഗയുടെ പുതിയ പതിപ്പ് ഫെബ്രുവരി മാസം 11 മുതൽ 16 വരെയുള്ള തീയതികളിലായി ആനയറയിൽ നടക്കുകയാണ്. ഫെബ്രുവരി മാസം 11 മുതൽ 16 വരെ ആനയറയിൽ വൈഗയുടെ പുതിയ എഡിഷൻ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പ് അറിയിക്കാനുള്ളത്. വാല്യൂ അഡീഷനാണ് ഇതിനകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ മാത്രമായി അതേപടി വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ആ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാവുമ്പോൾ ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾക്ക് ഗവൺമെൻറ് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്ന പ്രാധാന്യത്തോടൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്നതിലും അതിൻ്റെ വിപണനത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് കൃഷിയുടെ കാര്യത്തിനകത്ത് വിത്തിടുന്നു, അല്ലെങ്കിൽ നടുന്നു, അത് പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത് പ്രൈമറി അഗ്രികൾച്ചറാണ്. സെക്കൻഡറി അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യം മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം, മറ്റൊരിടത്തേക്ക് എത്തിക്കുക, ഇതെല്ലാം സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. ഈ സെക്കൻഡറി അഗ്രികൾച്ചറിനെ കൂടി നല്ല പ്രാധാന്യത്തോടു കൂടി കണക്കിലെടുത്തുകൊണ്ട് പരിപാടികളും പദ്ധതികളും ആവിഷ്കരിക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് വൈഗ തുടങ്ങിയത്. വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് വൈഗ എന്നുള്ളത്. വൈഗയുടെ 7ാമത്തെ പതിപ്പാണ് ഫെബ്രുവരി 11 മുതൽ 16 വരെ ആനയറയിലെ വേൾഡ് മാർക്കറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്നത്. കർഷകർക്ക്, പൊതുജനങ്ങൾക്ക്, സംരംഭകർക്കുമെല്ലാം കാർഷിക മേഖലയിലെ അത്യാധുനിക സംവിധാനങ്ങൾ പരിചയപ്പെടുന്നതിനോ ഉപകരിക്കുന്ന തരത്തിലാണ് ഇപ്രാവശ്യത്തെ വൈഗ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കാർഷിക പ്രദർശനം ഉണ്ടാവും. 250ഓളം സ്റ്റാളുകൾ ഇതിനായി പ്രത്യേകമായി ക്രമീകരിക്കും. വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സെമിനാറുകൾ ഇതിൻ്റെ ഭാഗമാണ്. കർഷക പാർലമെൻറ്റ്, സാംസ്കാരിക പരിപാടികളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 11 തീയതി വൈകിട്ട് 4:30 കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വൈഗ 2026 ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും. കാർഷിക മേഖലയിലെ, കാർഷിക വഴിയിലെ പെൺചുവടുകൾ എന്നൊരു പുസ്തകം അന്ന ദിവസം പ്രകാശനം ചെയ്യുന്നുണ്ട്. ഞങ്ങളൊരു 100 മികച്ച വനിതാ കർഷകരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആലോചിച്ചത്. ഇപ്പോൾ അത് നോക്കുമ്പോഴേക്കും നമുക്ക് മുമ്പിൽ 1000-ലധികം ഏറ്റവും പ്രമുഖമായ രീതിയിൽ കാർഷിക മേഖലയിൽ ഇടപെടുന്ന വനിതകളുടെ വിവരങ്ങൾ ഞങ്ങൾ ലഭിച്ചു. അതുകൊണ്ട് ആ പുസ്തകം ഇറങ്ങാൻ അല്പം താമസിച്ചുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാർഷിക വഴിയിലെ പെൺചുവടുകൾ എന്നുള്ളത്. സക്സസ് സ്റ്റോറീസാണ് ഇതിൻ്റെ, അവരുടെ എല്ലാം അനുഭവത്തിൻ്റെ കാർഷിക പ്രവർത്തന ഭാഗമായുള്ളതാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ, വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ, നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ശ്രീ വി വി രാജേഷ്, എംപിമാർ, MLA-മാർ തുടങ്ങിയവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ 11 മുതൽ 16 വരെ ഒരു കാർഷിക പ്രദർശനം അവിടെ ഉണ്ടാവും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേന്ദ്രീകരിച്ചാണ് 250ഓളം സ്റ്റാളുകൾ വൈഗയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഈ പ്രദർശന നഗരി സന്ദർശിക്കുന്നതിന് 11 മുതൽ 16 വരെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃഷിക്കൂട്ടങ്ങൾ, കാർഷികോൽപാദന സംഘടനകൾ, സഹകരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരേതര സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, മറ്റ് സംരംഭകർ തുടങ്ങിയവരുടെ കാർഷിക നേട്ടങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന കാർഷിക പ്രദർശനമെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ സ്റ്റാളുകൾ ഉണ്ടാവും എന്ന് ഇതിനോടകം തന്നെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. കാർഷിക സർവകലാശാല, നബാർഡ്, കേന്ദ്ര ഗവേഷണ കേന്ദ്രങ്ങൾ, കേരളത്തിൽ തന്നെ നിരവധി കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടവ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെയും പ്രദർശനങ്ങൾ, സ്റ്റാളുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വിവിധ വിഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭക്ഷണശാലയും
ഇതിനോടകം ചേർത്ത് തന്നെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതും നമുക്ക് നാടിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ രുചികൾ മനസ്സിലാക്കുന്നതിന് അത് വേണ്ടിയുള്ള ഒന്നാണ് ആ ഭക്ഷണശാല അത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കാർഷിക സെമിനാറുകൾ 2 വ്യത്യസ്ത വേദികളിലായി നൂതന വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകളും ചർച്ചകളുമാണ് നടക്കുന്നത്. പാക്കേജിങ്, ഗുണനിലവാര നിയന്ത്രണം, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, അത് ഉൽപ്പാദന സഖ്യങ്ങൾ, ജൈവകൃഷി, പ്രകൃതി കൃഷി എന്നിവ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 13 ചെറുധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, കാർഷിക കയറ്റുമതി സാധ്യതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയും അതോടൊപ്പം തന്നെ ഇന്ന് കേരളം അല്ലെങ്കിൽ ലോകം തന്നെയും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫാമിംഗ് എന്നിലേക്ക് കേരളം എത്തുന്നതിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സെമിനാറുകൾ ഉണ്ടാവും. കൃത്രിമ ബുദ്ധിയും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും എല്ലാം കാർഷിക മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകളും സെമിനാറുകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. കൂൺ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃഷി, അതിൻ്റെ മൂല്യവർദ്ധനങ്ങൾ, പഴം, പച്ചക്കറി, അതിൻ്റെ പ്രോസസ്സിങ്, കാർഷിക രംഗത്തെ വനിതാ പ്രാതിനിധ്യം, കൃഷിയുടെ ആരോഗ്യം, പോഷണം, ഇവയെല്ലാം പുതിയ ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ പ്രത്യേക സെഷനുകളായി ഈ വൈഗയുടെ ഭാഗമായി, സെമിനാറുകളുടെ ഭാഗമായി ഉണ്ടാവും. കഴിഞ്ഞ വൈകിയിൽ ഞങ്ങൾ നോക്കുകയും ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ച ഒന്നായിരുന്നു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ക്ലിനിക്ക് എന്ന് പറയുന്ന DPR ക്ലിനിക്ക്. ഒരു സംരംഭകനാവാൻ അല്ലെങ്കിൽ സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തങ്ങളുടെ ആശയങ്ങൾക്കനുസരിച്ച് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ അത് പ്രയോജനകരമാകുമോ, ലാഭകരമാകുമോ എന്ന സംശയവും ചിലരെല്ലാം ഭരിക്കാറുണ്ട്. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്വം കൃഷി വകുപ്പ് ഏറ്റെടുക്കണം എന്ന ആലോചന അടിസ്ഥാനത്തിലാണ് സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു DPR ക്ലിനിക്ക് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. സംസ്ഥാന കൃഷി വകുപ്പ് ആദ്യമായിട്ടായിരുന്നു സംരംഭകർക്ക് വേണ്ടി അത്തരമൊരു ക്ലിനിക്ക് സംഘടിപ്പിച്ചത്. അത് വലിയ വിജയകരമായിരുന്നു. നിരവധിയായ സ്ഥാപനങ്ങളും ബാങ്കിങ് സ്ഥാപനങ്ങളും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങളടക്കമുള്ളവ, നമ്മുടെ കാർഷിക സർവകലാശാല, ഇവയെല്ലാം അവരുടെ എല്ലാം പ്രമുഖരായ ആളുകൾ പങ്കാളികളായിക്കൊണ്ടായിരുന്നു DPR ക്ലിനിക്ക് സംഘടിപ്പിച്ചത്. അപ്പോൾ ഒരു ആശയം ഒരാൾ അവതരിപ്പിച്ചാൽ അത് വിജയകരമാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് മുൻകാലങ്ങളിലുള്ള ഡേറ്റകളുടെ കൂടി അടിസ്ഥാനത്തിൽ വിശകലനം നടത്തും. അവർക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാവുന്നതിനുണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്ത് ഒരു വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ ഫ്രീ ആയി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു. അന്ന് 50 റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതിൽ ഒരു ബാങ്ക് തന്നെ 32 പേർക്ക് ലോൺ കൊടുക്കാമെന്ന് അപ്പോൾ തന്നെ സമ്മതിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതൊരു നല്ല അനുഭവമായിരുന്നു നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായുള്ള DPR ക്ലിനിക്ക് ഈ വൈഗയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സമിതിയിൽ അത് തുടക്കമിട്ട് കഴിഞ്ഞു. കാർഷിക സംരംഭങ്ങളെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർ, നിക്ഷേപകർ, സംരംഭകർ എന്നിവർക്ക് പ്രായോഗികമായ മാർഗനിർദ്ദേശവും സാങ്കേതിക പിന്തുണയും നൽകുന്നതാണ് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. SFACയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നില്ല. വിവിധങ്ങളായ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് പദ്ധതി രൂപീകരിക്കുക, എങ്ങനെയാണ് വിപണിയുടെ സാമ്പത്തിക വിലയിരുത്തൽ നടത്തും, റിസ്ക് വിശകലനം ചെയ്യും. ഒരു വിദഗ്ധ പാനലിൻ്റെ സഹായത്തോടെ ആയിരിക്കും ഈ റിപ്പോർട്ടെല്ലാം തയ്യാറാക്കുന്നത്. ബാങ്കുകൾ ആവശ്യപ്പെടുന്ന രീതിയിൽ കൂടിയുള്ള ഒന്നായിരിക്കും. ബാങ്കുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രോജക്റ്റിന് അപ്പുറത്തേക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രോജക്റ്റ് എന്ന തരത്തിലേക്ക് എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് കൂടി നൽകുന്ന തരത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടി ചേർന്നിരുന്നാണ് അത് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. ഞങ്ങൾക്ക് ഇതിനോടകം തന്നെ 228 അപേക്ഷകൾ ലഭിച്ചു. അതിനകത്ത് പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിരുന്നത് 55 എണ്ണമാണ്. ആ 55 എണ്ണത്തിന് DPR തയ്യാറാക്കുന്നതിനുള്ള സാങ്കേതിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇപ്രാവശ്യത്തെ വൈകിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ തരത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന DPR ക്ലിനിക്ക് ആയിരിക്കും. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ബിസിനസ് ടു ബിസിനസ് മീറ്റാണ്. B2B മീറ്റും അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് ഞങ്ങൾ കഴിഞ്ഞ വൈകിയിൽ ഒന്ന് നടത്തിയിരുന്നു. ഇവിടെ വെച്ചായിരുന്നു അന്ന് B2B മീറ്റ് ഞങ്ങൾ നടത്തിയത്. വലിയ വിജയകരമായിരുന്നു. എങ്ങനെയൊരു B2B മീറ്റ് ആദ്യമായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ബിസിനസ് ടു ബിസിനസ് മീറ്റിനകത്തേക്ക് നമ്മൾ ആളുകളെല്ലാം ക്ഷണിച്ചത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകൾ എത്തുമോ, ആദ്യത്തെ ഒരു അനുഭവം എന്നുള്ള ഇടത്തിൽ അവരെല്ലാം നേരിട്ട് വരികയും അന്ന് തന്നെ ഒരു 40 കോടിയോളം രൂപയുടെ ധാരണാപത്രം ഒപ്പുവെക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. ഞങ്ങൾ അതിനേക്കാൾ വലിയ തോതിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുകയാണ് ഇത്തവണത്തെ ബിസിനസ് ടു ബിസിനസ് മീറ്റിൽ
അതിൻ്റെ ഇരട്ടിയെങ്കിലും എത്തുമെന്നുള്ള തരത്തിലാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ കേരളത്തിലെ കർഷകരെയും കാർഷിക സംരംഭകരെയും വിപണിയുമായി നേരിട്ട് ബന്ധിപ്പിക്കേണ്ടത് ഒരു അനിവാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇടപെടുന്നതിനപ്പുറത്തേക്ക് ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വ്യാപകമായി ഉണ്ടാക്കുന്ന എത്തുന്ന സംരംഭകർ, ആ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കൽ, ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിന് വിപണി കണ്ടെത്തുക. നാട്ടിലും നാടിന് പുറത്തും രാജ്യത്തിന് പുറത്തും വിപണി ഉണ്ടെങ്കിൽ ആ വിപണിയിലേക്ക് അവരെ എത്തിക്കുക, അതിന് ആവശ്യമായി ഇടപെടൽ നടത്തുക. അങ്ങനെ വിപണികളിലേക്ക് എത്തിക്കാൻ പാകമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സഹായകമാവുന്ന തരത്തിലുള്ള ആളുകളെ, ഇതിനെ വാങ്ങാൻ ശേഷിയുള്ളവർ, അതിൻ്റെ ബിസിനസ് നടത്തുന്നവർ, അവരെയും കൂടി പങ്കെടുപ്പിക്കുക എന്ന തരത്തിലാകുമ്പോൾ ഗുണമേന്മയുള്ള കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ മറ്റു നാടുകളിലേക്ക് എത്തും. അതൊരു വലിയ കച്ചവടമായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്താൽ കർഷകർക്ക് ഒരു മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തും. നമ്മുടെ പശ്ചിമഘട്ടവും നമ്മുടെ മഴക്കാലവും നമ്മുടെ കാലാവസ്ഥയുമെല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും ഗുണമേന്മയുള്ളതാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പരക്കെ അതിനുള്ള അംഗീകാരവുമുണ്ട്. ഇതിനെ നമുക്ക് മുതലാക്കുക എന്നുള്ളതാണ് ഞങ്ങളിതിലൂടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഉൽപ്പാദകർക്കും സംരംഭകർക്കും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അവതരിപ്പിച്ച് വ്യാപാരം നേരിട്ട് ഉറപ്പാക്കുന്നതിനുള്ള വേദിയായിട്ടാണ് ഞങ്ങൾ B2B മീറ്റിനെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കർഷകരോട്, ഈ സംരംഭകരോട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നേരിട്ട് തന്നെ ഇവരുമായി തങ്ങളുടെ അതിൻ്റെ വില ഉൾപ്പെടെ പറഞ്ഞ് ധാരണയെത്തി B2B മീറ്റിൻ്റെ ഭാഗമായി ഒരു പൊതു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നതെല്ലാം. ഇതിനോടൊപ്പം തന്നെ 130 ഉൽപ്പാദകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 96 വ്യാപാരികളും തങ്ങളുടെ സമ്മതം അറിയിച്ചിട്ടുണ്ട് അതിനകത്തേക്കായിട്ട്. അപ്പം ഓൺലൈൻ വഴിയുള്ള അപേക്ഷകൾ അല്ലെങ്കിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചതിന് ശേഷം പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 130 ഉൽപ്പാദകരെയും 96 വ്യാപാരികളെയും ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ കർഷകരുണ്ട്, FPOകളുടെ പ്രതിനിധികളുണ്ട്, കർഷക കൂട്ടായ്മകളുണ്ട്, കർഷക സംരംഭകരുണ്ട്. ഇവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും ഇത്തവണ ഈ B2B മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വൈഗ 2026 ഞങ്ങൾ പുതുതായി ഒരു കാര്യം ചെയ്യുന്നത് ഒരു കർഷക പാർലമെൻറ്റ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ കർഷക പാർലമെൻറ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. കേരളത്തിലെ 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഓരോ കർഷക പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കർഷക പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ കാർഷിക രംഗം നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളും പ്രാദേശിക തലത്തിൽ കർഷകർ അനുഭവിക്കുന്ന വെല്ലുവിളികളും നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേദിയായിരിക്കും കർഷക പാർലമെൻറ്റ്. കർഷകർക്ക് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുഭവങ്ങളും എന്നിവയെല്ലാം ഈ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ എല്ലാം മുന്നിൽ അവതരിപ്പിക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും. ചിലതെല്ലാം ഉടനടി പരിഹാരം കാണേണ്ട ഒന്നായിരിക്കും. ഞങ്ങൾ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കൃഷി ദർശൻ എന്നൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഒരു 3 ദിവസം ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും കർഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും കൃഷിയിടങ്ങളിൽ തന്നെയുള്ള മീറ്റിങ്ങുകൾ കൂടി ഞങ്ങൾ അവരുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും ചെയ്തു. എന്താ ഇതിൻ്റെ പ്രയോജനം എന്ന് ചോദിച്ചാൽ 12ഓളം സർക്കാർ ഉത്തരവുകൾ അതിൻ്റെ ഭാഗമായി കൃഷിയിടങ്ങളിൽ വെച്ച് ഇറങ്ങുന്ന തരത്തിലേക്ക് എത്തി. എല്ലാവരും കൂടി പോയത് ഒരു ഉത്തരവ് ഇറക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇറക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം ഇറങ്ങിക്കൊണ്ടിരുന്ന GO എന്ന് നമ്മൾ പറയുന്ന സർക്കാർ ഉത്തരവ് കൃഷിയിടങ്ങളിൽ നിന്ന് ഇറങ്ങുന്നതിന് കേരളം സാക്ഷ്യം വഹിച്ചത്. അതിൻ്റെ ഒരു അടുത്ത പടിയായിട്ടാണ് ഞങ്ങൾ ഈ കർഷക പാർലമെൻറ്റിനെ കാണുന്നത്. ഓരോ വിളകൾ, ഓരോ കൃഷി രീതികൾ, ഓരോ മേഖല, നമ്മുടെ അഗ്രോ എക്കോളജിക്കൽ സോണുകൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് 140 കർഷക പ്രതിനിധികൾ, അതിനകത്ത് അവാർഡ് വാങ്ങിയ കർഷക പ്രതിനിധികളുണ്ടാവും. തീർച്ചയായിട്ടും ഒരു വനിതകൾക്ക് ആ തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്ന എല്ലാ പ്രാതിനിധ്യങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ നല്ലവണ്ണം വനിതാ പങ്കാളിത്തവും പ്രാതിനിധ്യവും അത് ഉറപ്പാക്കണം എന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിൻ്റെ ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഇതേറെ ഏറ്റവും പ്രയോജനകരമായി തീരുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ടെക്നോ പാർക്കിലെ ട്രാവൻകൂർ ഫെബ്രുവരി 16 രാവിലെ 9 മണി മുതൽ കർഷക പാർലമെൻറ്റ്
സംഘടിപ്പിക്കുന്നത്. കർഷക സമൂഹത്തിൻ്റെയും നയരൂപീകരണത്തിൻ്റെ സംവിധാനത്തിൻ്റെയും ഇടയിൽ ഫലപ്രദമായൊരു സംവാദത്തിന് വഴിയൊരുക്കേണ്ടതുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് നടാടെ ഇത്തരമൊരു കർഷക പാർലമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. ഇതെല്ലാമാണ് വൈകിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓരോ ജില്ലകളുടെ സ്റ്റാളുകളുണ്ടാവും. ആ ജില്ലകളിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കേരള അഗ്രോ ബിസിനസ് കമ്പനി മുൻകൈയെടുത്ത് ഈ പരിപാടികളെല്ലാം തയ്യാറാക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. കാപ്കോ കേരളത്തിൻ്റെ ആദ്യ അനുഭവമാണ്, ഇന്ത്യയുടെയും ആദ്യ അനുഭവമാണ്. സിയാൽ മോഡലിൽ നമ്മളൊരു കമ്പനിക്ക് രൂപം കൊടുത്തതാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി. ആനയറയിലാണ് അതിൻ്റെ ഒരു വലിയ എക്സിബിഷൻ സെൻറ്റർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതേ ആനയറയിൽ തന്നെയാണ് നമ്മളിപ്പോൾ വൈഗ സംഘടിപ്പിച്ചത്. കൃഷി വകുപ്പിൻ്റെ സ്വന്തം ഒരു സ്ഥിരം സംവിധാനമായി മാറേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വൈഗയെ മാറ്റുന്നത്. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും അതിനെല്ലാം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കേരള ഗ്രോ എന്നൊരു ബ്രാൻഡ് നെയിം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ഞങ്ങൾ എടുക്കുകയുണ്ടായി. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ് ആക്ട് അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയത്. അതിന്ന് കേരളത്തിലെ 1000-ലധികം ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. ഒരു കൃഷിഭവൻ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് കണക്ക് കൂട്ടി ഇപ്പോൾ 2000-ലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്. 1000-ഓളം ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിമും കൊടുത്തിട്ടുണ്ട്. കേരള ഗ്രോ ഗ്രീനും കേരള ഗ്രോ ഓർഗാനിക്കും സാധാരണ കേരള ഗ്രോ എന്നുള്ളൊരു നാടൻ സാധാരണ ഉൽപ്പന്നങ്ങളും, ഇങ്ങനെ 3 ഇനങ്ങളിലായി കേരള ഗ്രോയുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങളത് എത്തിച്ചു. അതുകൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഇത് മാത്രമായി വിൽക്കുന്ന സ്റ്റാളുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇന്ന് 15 ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ കേരള ഗ്രോ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ട്. ഈ സ്റ്റാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരള ഗ്രോയുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളായിരിക്കും. ഇതെല്ലാം സംസ്ഥാനത്തെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ പേരെല്ലാം കൊടുത്തിരിക്കുന്നത്. അപൂർവമായി ചിലതെല്ലാം ഞങ്ങളുടെ ഫാമുകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുമുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷവും കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സ്റ്റാളുകളുണ്ടാവും. ഈ ഉൽപ്പന്നങ്ങൾ ഒക്കെ തന്നെയും നമുക്ക് പുറമേക്ക് കയറ്റി അയക്കാൻ ഉൾപ്പെടെയുള്ള അതിലേക്ക് എത്തും. അതിനുള്ള സാധ്യതകൾ ഞങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ളവ രാജ്യത്തിന് പുറത്തേക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ നേട്ടമുണ്ട്. ഇതൊക്കെയാണ് വൈഗയുടെ ഭാഗമായി നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത്. 250 സ്റ്റാളുകൾ, പല സംസ്ഥാനങ്ങളുടെയും മന്ത്രിമാരടക്കം ഇതിൽ പങ്കെടുക്കും എന്നാണ്. അന്തിമമായ ഒരറിയിപ്പിലേക്ക് എത്തിയിട്ടില്ല. നിരവധി സംസ്ഥാനങ്ങളുടെ മന്ത്രിമാർ വൈകിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് അറിയിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും നിയമസഭാ സമ്മേളനങ്ങളും ബജറ്റ് സെഷനുകളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ആ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഈ വൈകിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ട ആളുകൾ ഈ സെമിനാറുകളുടെയൊക്കെ ഭാഗമാകുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന തരത്തിലേക്ക് എത്തും. മുൻകാലങ്ങളിൽ വൈഗ അത്രമേൽ വലിയ പ്രയോജനകരമായി നമുക്ക് ഭവിച്ചിട്ടുണ്ട്. ഇത്തവണയും വൈഗ അത്തരത്തിൽ വലിയ മെച്ചമായി നമ്മുടെ കാർഷിക മേഖലയ്ക്ക് മെച്ചമായി തീരുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാവണം. പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തു നിന്ന് ഒഴിഞ്ഞാണ് ആനയറയിൽ അത് സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനയറയുടെ ഈ പ്രത്യേകതയുണ്ട്. ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ സെൻറ്റർ അവിടെ നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആനയറ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്നു എന്നു ഭാവിയിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയായിരിക്കും ആനയറ. അത് ഏതെങ്കിലും ഒരു സീസണിലേക്ക് മാത്രമുള്ളതല്ല, എല്ലാ കാലവും പ്രവർത്തിക്കാൻ കഴിയുന്ന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനും കഴിയുന്ന ഒന്നായിരിക്കും. വർഷത്തിലൊരിക്കലുള്ള B2B മീറ്റുകൾ എന്നുള്ളത് മാറുകയാണ്. ഞങ്ങൾ കൃഷി ദർശനത്തിൻ്റെ ഭാഗമായി നിരവധി B2B മീറ്റുകൾ കേരളത്തിൽ നടത്തുന്ന ഒരു സ്ഥിരം സംവിധാനം അതിനുണ്ടാവും. 365 ദിവസവും അല്ലെങ്കിൽ പോലും നിശ്ചിതമായ ഇടവേളകൾക്കിടയിൽ B2B മീറ്റുകൾ ഉണ്ടാവും. DPR ക്ലിനിക്കുകൾ അവിടെ കേന്ദ്രീകരിച്ചുണ്ടാവും. അതിനെല്ലാം കാപ്കോ വേദി ഒരുക്കുക തന്നെ ചെയ്യും.